Hi everybody, welcome to Deepak Gobi Presents. I am Jay Krishnan DS, faculty in chemistry. ഇന്ന് നമ്മൾ ഈ ടോക്കിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നീറ്റ് 2024 എക്സാമിനേഷനിൽ കെമിസ്ട്രി എങ്ങനെ നമുക്ക് ഈസിയായി ക്രാക്ക് ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം 2024 50 ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയിൽ വരുന്നത്, പാർട്ട് എയും പാർട്ട് ബിയുമായിട്ട്. പാർട്ട് എയിൽ 35 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ 15 ക്വസ്റ്റ്യൻസുമാണ്. പാർട്ട് എയിൽ 35 ക്വസ്റ്റ്യൻസും കമ്പൽസറിയാണ്. പാർട്ട് ബിയിലെ 15 ക്വസ്റ്റ്യൻസിൽ 10 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, 15 ക്വസ്റ്റ്യൻസിൽ ആദ്യം ആൻസർ ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ വാല്യൂ ചെയ്യുക. അതായത് നിങ്ങൾ പാർട്ട് ബി വളരെ കെയർഫുള്ളായി നിങ്ങൾ ആൻസർ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറുപ്പിക്കാൻ പോകരുത്. കാരണം ആദ്യം ആൻസർ ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ വാല്യൂ ചെയ്യുക. അതുപോലെ നമുക്ക് കെമിസ്ട്രി ആൻസർ ചെയ്യാനായിട്ട് മാക്സിമം 1 hour എടുക്കാവുള്ളൂ. 1 hourൽ കൂടുതൽ കെമിസ്ട്രി ആൻസർ ചെയ്യാനായിട്ട് എടുക്കാൻ പാടില്ല. പിന്നെ ഈ വർഷത്തെ എക്സാമിനേഷൻ നോക്കുമ്പോൾ നമ്മുടെ +2 തിയറി എക്സാമിനേഷന് ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കായ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, +1 ഉണ്ടായിരുന്നു, +2 പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ടോപ്പിക്ക് എൻട്രൻസ് എക്സാമിനേഷന് ഇൻക്ലൂഡഡ് ആണ്. അതായത് +1 ഗ്രൂപ്പ് 13, 14, ദെൻ +2 15, 16, 17 ആൻഡ് 18 ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു 7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 30ഓളം ക്വസ്റ്റ്യൻസ് ഈ പി ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷവും പി ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികൾ വളരെയധികം കെയർഫുള്ളായി പി ബ്ലോക്ക് പഠിച്ചിരിക്കണം. നമ്മൾ ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് നോക്കുമ്പോൾ അതിനകത്തു നിന്നും ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത, കാരണം നമ്മൾ ലാസ്റ്റ് ഒരു 7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കെമിക്കൽ ബോണ്ടിങ് ആണ്. അത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം, then purification and characterization, some basic principles and techniques of organic chemistry, then hydrocarbons, അതുപോലെ തെർമോഡൈനമിക്സ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഇതിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ്ങും ഇക്വിലിബ്രിയവും അതുപോലെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോകാർബൺസ് ആണ്. നമ്മൾ സെക്കൻഡ് ഇയർ കെമിസ്ട്രിയിൽ നോക്കുമ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനകത്ത് 30 ക്വസ്റ്റ്യനോളം ലാസ്റ്റ് 7 വർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വരുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. അതിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 19 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാനുള്ള സാധ്യത ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നും വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതർ, അതിനകത്ത് നിന്നും ഓൾമോസ്റ്റ് ഒരു 14 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് റെഡോക്സ് റിയാക്ഷൻ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ഓൾമോസ്റ്റ് ഒരു 20ഓളം ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അതുപോലെ ബയോമോളിക്യൂൾസ് വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്, പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 11 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വളരെയധികം കെയർഫുള്ളായി പഠിച്ച് ആൻസറിലേക്ക് എത്തുക. ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. അതായത് നിങ്ങൾ ഒരിക്കലും ഒരു ടെൻഷനായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പോവുകയും ചെയ്യരുത്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം വളരെയധികം ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നന്നായി പഠിച്ചിരിക്കണം. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും ഇനോർഗാനിക്കിൽ നിന്നും അതുപോലെ ഫിസിക്കൽ നിന്നും ഈക്വൽ എമൗണ്ടിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിൻ്റെ ബേസിക്സ് വളരെയധികം ക്ലിയർ ആയിരിക്കണം. NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് ഇപ്പോഴത്തെ നീറ്റ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമെല്ലാം വളരെയധികം നന്നായി പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദി നീറ്റ് 2024 examination from my part and from Deepak Gobi Presents. Okay, thank you.